മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിച്ച അന്തരിച്ച നമ്മുടെ MM വർഗീസ് തെളിവിൽ പോലും തള്ളയിൽ മലയാള സിനിമയിൽ വില്ലനായി കടന്നു വന്ന ഇപ്പോൾ കൊമേഡിയനായി തുടങ്ങുന്ന ശ്രീ ജനാർദ്ദനൻ. മലയാള സിനിമയിൽ വില്ലനായി ജയന് ശേഷം വില്ലനായി കടന്നു വന്ന ശ്രീ പാലക്കാട് കോട്ടമേദങ്ങളിൽ ശങ്കരനാരായണ അവനെ എന്നോടൊരു ചോദ്യം, എന്താ ശങ്കരനാരായണ ഒരു പ്രമോഷൻ വേണ്ടി ആ കോഴിക്കോട് സിനിമ മലയാള മീഡിയ കൊമേഡിയൻ ശ്രീ മാമു കോയ. മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തുണ്ടാക്കി നമ്മുടെ മലയാളികൾക്ക് എന്തോ കൊടുത്തു ഉണ്ട കൊടുത്തു. മലയാള സിനിമയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ നിർമ്മിച്ച ശ്രീ മുരളി. ആദ്യമായി നിർമ്മിക്കുന്നത് പഠിപ്പിച്ച് ഏത് പ്രാണങ്ങളെ അന്വേഷിക്കാനോ ഒരു മുടിനാല് നടത്താതെ വിടിവിക്കാനോ മുന്നേ പഠിച്ചൊരു ശേഖര അങ്ങനെ മാറ്റണ്ട. എല്ലാവരും നന്ദിക്ക് വേണ്ടി പറഞ്ഞു കേസുള്ളത് തന്നോളം ഇപ്പത്തിനും മോഹൻലാൽ രണ്ട് കഥാപാത്രങ്ങൾ നിർമ്മിച്ചു. ഒന്ന് കാർത്തികൻ എന്ന മകന്റെ കഥാപാത്രവും, രണ്ട് മംഗലശ്ശേരിയിൽ എന്ന അച്ഛൻ കഥാപാത്രവും. അതിൽ അച്ഛൻ കഥാപാത്രം വളരെ തികച്ചും വ്യത്യസ്തമായി. ആ അച്ഛൻ കഥാപാത്രവുമായി ശബ്ദമായി വന്നു കഴുത്തിന്റെ പകരം വല്ലന്റെ ഇറക്കുന്നതും, പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം വീണടിച്ചപ്പോ നിന്നെ തല്ലിക്കൊല്ലാതെ വിട്ടതും എല്ലാം നീലകണ്ഠന്റെ കഴിവുകളായി കാണരുത്. ശരീര എന്താണോ ഒന്നാമത് അനായാസന്റെ മരണം, അനാഥയുടെ ജീവിതം, ദൈവം തന്റെ മുന്നിൽ കണക്കായി കഴിയുമ്പോൾ അതിന്റെ നേർക്ക് മുപ്പത് ശരീര വരുമാനമുണ്ടെങ്കിൽ ശരീര സകലകലാവല്ലഭൻ ശ്രീ കമലഹാസൻ. മദ്രാസിൽ വാങ്ങിക്കൊടുത്തിലാണ് സ്വന്തം அதுக்கு வந்து பத்தாவ தேவையில்லை. எந்த விதத்தில் சத்தியத்தில் நியாயம் பண்ணா முடிஞ்சவனா முடிக்காதவனா. தமிழகத்தை சூப்பர்வில்லை
ഈ അടുത്തറിയ ഹിന്ദി ചിത്രമായ മാട്ടിപ്പടയിൽ നമുക്കിടെ സുപരിചിതനായ ശ്രീ പ്രകാശ് രാജ്. ഹിന്ദി സിനിമയിൽ അന്തരിച്ച നമ്മുടെ എല്ലാമായ അമരീഷ് ധോണി. Bloody fool! मैं आपकी कोई बैठूंगा जैसे कमरा लेकर हो मैं तुम्हारा बड़ी फोन मैं आपकी कोई बैठूंगा Bloody fool! देख रहे हो